പുഷ്പ 2 റിലീസിനിടെ തിയേറ്ററിലെ തിരക്കിൽ സ്ത്രീ മരിച്ച കേസിൽ നടൻ അല്ലു അർജുന ജാമ്യം. നമ്പള്ളി മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. നേരത്തെ തെലങ്കാന ഹൈക്കോടതി ഇടക്കാല ജാമ്യം നൽകിയിരുന്നു. AP നദീറ നമുക്കൊപ്പം എത്തുന്നു. വീണ്ടും AP നദീറ, നരഹത്യ കുറ്റമാണ്. അതിൽ ഇപ്പോൾ അല്ലു അർജുന മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുകയാണ്. എന്തൊക്കെയാണ് ഉപാധികൾ? സുജയ, ഇപ്പോൾ അല്ലു അർജുന ആശ്വാസമായ വാർത്ത വരുന്നു. അല്ലു അർജുൻ ആരാധകർക്കും ആശ്വാസമാകുന്ന വാർത്ത. അല്ലു അർജുന് ജാമ്യം കിട്ടിയിരിക്കുന്നു, സ്വാഭാവിക ജാമ്യം കിട്ടിയിരിക്കുന്നു. നമ്പള്ളി മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയായിരുന്നു അദ്ദേഹം ജാമ്യ ഹർജി ഫയൽ ചെയ്തത്. എന്തായാലും അല്ലു അർജുൻ്റെ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഉപാധികളോടെയാണ് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ഉപാധി എന്ന് പറയുമ്പോൾ 50,000 രൂപയുടെ 2 ആൾ ജാമ്യം, അതാണ് ഉപാധി വെച്ചിരിക്കുന്നത് കോടതി. ഈ ഉപാധിയിൽ കോടതി അല്ലു അർജുനെ ഈ കേസിൽ സ്വാഭാവിക ജാമ്യം നൽകിയിരിക്കുകയാണ്. നേരത്തെ ഡിസംബർ 13-നായിരുന്നു അല്ലു അർജുൻ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായത്. നമ്പള്ളി മജിസ്ട്രേറ്റ് കോടതി അദ്ദേഹത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്യുകയായിരുന്നു. ഈ ഒരു കാര്യത്തിലാണ് അല്ലു അർജുൻ മുഴുവൻ ജാമ്യം കിട്ടാനായി, സമ്പൂർണ്ണ ജാമ്യം കിട്ടാനായി കോടതിയെ സമീപിച്ചത്. അന്നു തന്നെ തെലങ്കാന ഹൈക്കോടതിയിൽ നിന്ന് ഇടക്കാല ജാമ്യം അല്ലു അർജുന് ലഭിച്ചിരുന്നു. പക്ഷേ ഇതിൽ സ്വാഭാവിക ജാമ്യം കിട്ടണമെന്ന കാര്യവുമായി അല്ലു അർജുൻ നമ്പള്ളി മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കുകയായിരുന്നു. പുഷ്പ 2 റിലീസുമായി ബന്ധപ്പെട്ട് ബെനിഫിറ്റ് ഷോയ്ക്കിടെയായിരുന്നു ഡിസംബർ 4-ന് അപകടമുണ്ടായത് സന്ധ്യ തിയേറ്ററിൽ. അന്ന് ഒരു യുവതിക്ക് ദാരുണ അന്ത്യം സംഭവിക്കുകയും അവരുടെ മകൻ ഇപ്പോഴും പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന സാഹചര്യവുമാണ്. കേസിലെ 11-ാം പ്രതിയാണ് അല്ലു അർജുൻ. കേസിൽ സന്ധ്യ തിയേറ്റർ മാനേജ്മെന്റ് ഉൾപ്പെടെ 18 പ്രതികളാണുള്ളത്. സുജയ, അല്ലു അർജുന ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഈ മണിക്കൂറിൽ വരുന്നത്. AP നദീറയാണ് ബംഗളൂരുവിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. നമ്പള്ളി മജിസ്ട്രേറ്റ് കോടതിയാണ് അല്ലു അർജുന ജാമ്യം അനുവദിച്ചത്.